മക്കളെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ആണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും ഈ ക്വസ്റ്റൻ അല്ലേ. നമുക്ക് രവി പ്രിപ്പയർഡ് ആൻഡ് ഇല്ലസ്ട്രേഷൻ ഷോയിങ് ഡിഫൻസ് മെക്കാനിസം ഇൻ പ്ലാന്റ്സിന്റെ ഡിഫൻസ് മെക്കാനിസം നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം, കാരണം റീസെന്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇവിടെ നോക്കുക, എ നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട്, ബി സി ഡി. ഇവിടെ തന്നിട്ടുള്ളത് ഒന്ന് നമുക്കറിയാം കാലോസ് അല്ലെ, കാലോസിന്റെ ഫംഗ്ഷൻ നമുക്ക് എഴുതണം. അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഏത് ടേം ആണെന്നാണ് എഴുതേണ്ടത്. മലയാളം എഴുതിലുള്ള സസ്യങ്ങളുടെ പ്രതിരോധം ഏതാണെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്താണ് കാലോസ് ചെയ്യുന്നത്? കാലോസ് പ്രിവെന്റ് ദ എൻട്രി ഓഫ് ജേംസ് വിച്ച് ഹാവ് ക്രോസ് ദ സെൽ വോൾ ത്രൂ സെൽ മെംബ്രെയിൻ. കോശഭിത്തി കടന്നെത്തുന്ന അണുക്കളെ അല്ലെങ്കിൽ രോഗാണുക്കളെ കോശസ്തരത്തിലേക്ക് പ്രവേശിക്കുന്ന തടയാനാണ് ആരുള്ളത്? നമ്മുടെ കാലോസ് ഉള്ളത്. ഇനി അടുത്ത് നോക്ക്, ഉള്ളിലെ കോശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആരുള്ളത്? ദ ബാർക്ക് അല്ലെങ്കിൽ പുറം തൊലി ഉള്ളത്. ഇനി ഇവിടെ സൂക്ഷ്മജീവികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നു അല്ലെങ്കിൽ ഡിഫെൻഡ് ദ അറ്റാക്ക് ഓഫ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ക്യൂട്ടിക്കിളാണ്. ഇലകളിലായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ യങ് സ്റ്റെമ്മിലും ക്യൂട്ടിക്കിൾ കാണാം. ഇനി വെൽ എക്യുപ്ഡ് റെസിസ്റ്റന്റ് കോട്ട് അല്ലെങ്കിൽ കോട്ട പോലെ സുസജ്ജം എന്ന് പറയുന്നത് ആരെയാണ്? നമ്മുടെ സെൽ വാളിനെയാണ്, കോശഭിത്തി. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ഡിഫൻസ് മെക്കാനിസം ഇൻ പ്ലാന്റ്സ് പഠിക്കാം. സോ അടിപൊളിയായിട്ട് നോട്ട് ചെയ്ത് വെക്കാം.